ടേസ്റ്റി ആയിട്ടുള്ള ഷ്രിംപ് പൊട്ടറ്റോ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഷ്രിമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വൈൽഡ് കോട്ട്. ഇത് കോസ്കോയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. കടലിലെ ഷ്രിമ്പാണ് നല്ലത്. ഈ ഫാം റൈസ്ഡ് കൊള്ളില്ല കേട്ടോ. പിന്നെ ബോയിൽഡ് പൊട്ടറ്റോ, പേലോണിയൻ ചോപ്പ് ചെയ്ത് വെച്ചു. ഈ കറി ലീഫ് മസാലകളാണ് ആവശ്യമുള്ളത്. 1 ടീസ്പൂൺ കൊറിയാണ്ടർ, ഫെനൽ സീഡ്, പെപ്പർകോൺസ്, 2 ടീസ്പൂൺ പൗഡർ, ടീസ്പൂൺ ടർമറിക് പൗഡർ, ടീസ്പൂൺ ടർമറിക് പൗഡർ ആൻഡ് സ്പൈസി ചില്ലി പൗഡർ, ഒരു 8 ക്ലോവ്, പിന്നെ ഒരു കാർഡമം ആൻഡ് സിനമൺ സ്റ്റിക്ക്. ഓക്കെ, നമുക്കൊന്ന് ആദ്യം പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഗ്രൈൻഡറിലിട്ട് പൊടികളെല്ലാം കൂടെ അതിലേക്കിട്ട് ഒന്ന് ഇതേപോലെ പൊടിച്ച് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ചോപ്ഡ് പേലോണിയൻ ഇട്ട് സാൾട്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരിഞ്ഞു വെച്ച പൊട്ടറ്റോസോ ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വന്ന മസാല ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉണ്ടോ? ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഈ കറി ലീഫൊക്കെ ആഡ് ചെയ്ത് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് സാൾട്ടും ഇട്ട ശേഷം നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് ശരിക്കും ഷ്രിംപ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിളും ഷ്രിംപും എല്ലാം കൂടെ നന്നായിട്ട് മസാലയിൽ പെരണ്ട് വരണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കറി ലീഫൊക്കെ ഇട്ടിട്ട് ഷ്രിംപിനെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 7 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ അതെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ്സ് ഇട്ടാൽ മതി. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഷ്രിംപ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓവർ കുക്കായിപ്പോയാൽ പിന്നെ ഷ്രിംപ് കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 7 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ജ്യൂസി ആയിട്ടിരിക്കുന്നിട്ടോ. കണ്ടോ? എൻ്റെ ചെറുതിലൊക്കെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായിരുന്നു ഇത്. കൊച്ചിയിലൊക്കെ വെച്ച് ചെറിയ ഷ്രിംപ് കിട്ടും. അത് ഇതേപോലെ വെച്ചിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റൈസിനൊക്കെ പറ്റി നല്ലൊരു കറി കേട്ടോ. ഊണിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. എങ്കിൽ പിന്നെ